നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ സ്വർണം അവർക്ക് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ. പ്രസൻ്റ്ലി സ്വർണം ഇപ്പം വാങ്ങണോ അതോ കാത്തിരിക്കണോ? റീസെൻ്റ്ലി സ്വർണം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഹൈ പ്രൈസ് എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ട് വില താഴേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഇതിനി ഫർദർ ഫോളോ ചെയ്യുമോ അതോ ഇവിടെ വെച്ച് ഇത് അവസാനിക്കുമോ? എന്നാൽ സ്വർണം കൃത്യമായിട്ട് പറഞ്ഞാൽ ബേസിക്കലി 3 റീസൺ കൊണ്ടാണ് പ്രസൻ്റ്ലി സ്വർണത്തിൻ്റെ പ്രൈസ് താഴേക്ക് പോയത്. സാധാരണ സംഭവിക്കും, സ്വർണത്തിൻ്റെ വില കൂടുകയാണ് ചെയ്യാറ്. പക്ഷേ റീസെൻ്റ്ലി അത് ഫോളോ ചെയ്ത് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് റീസെൻ്റ്ലി അമേരിക്കയുടെ ഡേറ്റ പുറത്തു വന്നപ്പോൾ അതെല്ലാം സ്ട്രോങ് ആയിട്ട് വന്നു. അവരുടെ ബോണ്ടിൻ്റെ വാല്യൂ കൂടി, അവരുടെ ഡോളറിൻ്റെ വാല്യൂ റുപ്പിക്ക് അഗൻസ്റ്റ് കൂടി, വേൾഡ് ഓവർ ഡോളർ ഏറ്റവും സ്ട്രോങ് പ്രൈസിലെത്തിയ സമയമായിരുന്നു. അപ്പം ഇത് ഗോൾഡിന് നെഗറ്റീവായിട്ട് വന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ കട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചത് കട്ട് ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പോസിറ്റീവ് സൈഡാണ്, ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവ് സൈഡുമാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അതായത് കഴിഞ്ഞ 2 വർഷത്തിലാണ് ഗോൾഡ് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തത്, ഏകദേശം ഡബിളിങ് തന്നെ സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ലോങ് പാക്ക് ഇൻവെസ്റ്റ് ചെയ്ത പല രാജ്യങ്ങളും റിസർവ് ബാങ്കുകളും ഒക്കെ തന്നെ അവർ മറ്റ് ആവശ്യങ്ങൾക്കും പ്രോജക്ട്സിനും അവരുടെ ഡിഫൻസ് എക്സ്പാൻഷനും ഫണ്ടിങ്ങിനും ഒക്കെ ആയിട്ട് വലിയ 10 കണക്കിന് ഗോൾഡ്, ഈവൻ ഇന്ത്യ കൂടി കഴിഞ്ഞ RBI ഗോൾഡ് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 റീസണാണ് ബേസിക്കലി റീസെൻ്റ്ലി ഗോൾഡ് താഴേക്ക് ഫോളോ ചെയ്തതിൻ്റെ റീസൺ. പക്ഷേ ഇതൊരു ടെമ്പററി റീസൺ ആണെന്നാണ് പറയുന്നത്. കാരണം ചൈന പോലുള്ള രാജ്യങ്ങൾ വീണ്ടും ഗോൾഡ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പം ഈ ഒരു ഷോർട്ട് ടൈം ഫോളിന് ശേഷം ഗോൾഡ് കയറാനുള്ള സാധ്യതയുണ്ട്.